ഇന്നപ്പോൾ ഒരു പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത്. എന്നും ഞങ്ങളുടെ വീഡിയോ അല്ലേ ഇടുന്നത്. ഇന്ന് ഞങ്ങളുടെ കുട്ടൂസിൻ്റെയും ഡാനിയുടെയും വീഡിയോ ഇടാം. അവരെ കുളിപ്പിക്കുന്നതും അനുസരണയും എല്ലാം കാണിക്കാം ഇന്ന്. അപ്പോൾ ഓക്കെ, കുളിക്കാൻ പോകുന്ന വീഡിയോ എടുക്കാം. അപ്പം നമ്മൾ ഡാനിയെയും കുട്ടൂനെയും കുളിപ്പിക്കാൻ പോവാം. അപ്പം കുട്ടൂസിനോട് പറഞ്ഞ് കല്ലേ പോയി കിടക്കാനെന്ന്. കുട്ടു കല്ലേ പോയി കിടക്കാൻ വേണ്ട, പോയി കിടക്കും മോനെ കല്ലേല, കുളിക്കാം. ഇതുകൊണ്ട് പോവാ, ചെല്ല് കല്ലേ പോയി കിടക്ക്. ആ അപ്പോൾ അതുകൊണ്ട് കുട്ടു അവിടെ കിടക്ക്. അമ്മ വരാം കേട്ടോ. അവിടെ കിടന്ന് അവിടെ ഇരി, അവിടെ ഇരി. ആ അവിടെ ഇരി മോൻ, അവിടെ ഇരി. ആ അമ്മ വരാം കേട്ടോ, ഇപ്പം വരാം. ഡാനിയും കൂടെ വിളിച്ചോണ്ട് വരട്ടെ കേട്ടോ. അവിടെ ഇരി. അപ്പം ഡാനിയോട് കുളിക്കാൻ പറഞ്ഞതിന് കയറി കിടക്കുമോ? അതേണ്ട കണ്ടോ, എവിടാ കിടക്കുന്നതെന്ന് നോക്കിക്കുക അവനാ. നമുക്ക് ആർക്കും വിളിക്കാനോ ഒന്നും പറ്റത്തില്ല, അടിക്കാനോ ഒന്നും പറ്റത്തില്ല. അടിക്കത്തില്ല, കയറി കിടക്കുക. കുളിക്കാൻ വിളിച്ചതിന് കയറി കിടക്കുക. വരുന്നോ കുളിക്കാനാ? ബാ വാ മോനെ, ബാ ബിസ്ക്കറ്റ് തരാം, ബാ. എന്തോരനുസരണം. അത് അണ്ണം വടിയെടുത്ത് അടിക്കാനായിട്ട്, ഇവിടെ എല്ലാം മാന്തി വെച്ചതിന് വടിയെടുത്ത് അടിക്കാനാ. അതിന് പിണങ്ങിക്ക് പോയി കിടക്കുക കുളിക്കാതെ. ഇപ്പം ഡാനി ഇറങ്ങി ഓടുന്ന കണ്ടോണം. പോ കുളിക്കാൻ പോ. ആ അതുകൊണ്ട് ഇല്ല, കയറ് കയറ്, കല്ലേലോട്ട് കയറ്. കുട്ടൂസിനെ കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തോണ്ട ഡാനി മാറി നിൽക്കുക. കുളിക്കുന്നത് ഇഷ്ടമേ അല്ല. വേണ്ട നോക്ക് കുട്ടൂസ്. കൈ പൊക്കിക്കാൻ മോനെ, കൈ പൊക്ക്. ഉള്ള സ്നേഹപ്പൂലെല്ലാം ഉണ്ട് ദേഹത്ത്. എന്തിനാ സ്നേഹപ്പൂലിൻ്റെ അടുക്കൽ ചെന്ന് കയറിയത്? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതുണ്ടോ സ്നേഹപ്പൂല്ലേ? അതല്ല, പാത്രം തേക്കുന്ന കമ്പി വരെ കുടുങ്ങിയിരിക്കുന്നു. ഓടി ഓടി തരാം നിനക്ക് ഞാൻ. കുട്ടൂസേ മോനെ, കണ്ണി വെള്ളം ഒഴിക്കണ്ടായോ? ചൂടാ ഒന്നാമത്. ആ മോനെ, ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ചോറ് ബിസ്ക്കറ്റും എല്ലാം തരാം കേട്ടോ. നിനക്ക് തരത്തില്ല, നോക്കിക്കോ. ആ ഇവിടെ പറഞ്ഞാൽ അനുസരിക്കത്ത് പോലും ഇല്ല. നോക്ക്, കുട്ടൂസൻ്റെ സോപ്പായത്. രക്ഷപ്പെട്ടൊന്നും വേണ്ടിയിരിക്കുമല്ലോ അവിടെ. അവന് വലിയ ഇഷ്ടമാണ് കുളിക്കുന്നത്. ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന് അത്രയും ദിവസം അവരാരും അതിനെ കുളിപ്പിച്ചില്ല. ചുമ്മാതെ വെള്ളം ഒഴിച്ചു, ഉണ്ണിക്കുട്ടനും രാധാച്ചനും കൂടെ. സോപ്പ് ഒന്നും ചേർക്കാതെ കുറേ ഷാമ്പൂ ചുമ്മാതെ വാരിയിട്ട്. കഷ്ടം. ഒരാഴ്ചയായി കുളിച്ചോട്ടെ, ഒരാഴ്ച. അറിയാവോ, നമ്മുടെ ഇൻഫൻറ്റ് സ്കൂൾ അവിടെ അടുത്ത്. അതുകൊണ്ട് പിള്ളേർ ഇതാ ടൂസിനെ കുളിപ്പിക്കുന്ന കണ്ടുകൊണ്ട് അവിടെ നിന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഹായ്. ചുമ്മാതെ സ്നേഹിക്കുക, ഒന്ന് കുളിപ്പിക്കത്ത് പോലും ഇല്ല. പറയാനുള്ള എന്താണ് എന്തോ പറയാൻ അവന്മാരെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നില്ല ഒരാള്. ആ അപ്പൊ പിന്നെ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? വന്നിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി കൊടുക്കാം. ആ വെള്ളമൊക്കെ സ്റ്റാർട്ടാക്കി കൊടുക്കുക കേട്ടോ. അടുത്ത ആളെ കുളിപ്പിക്കേണ്ടത് രാധാച്ചനാണ്. കുളിപ്പിച്ചു കഴിഞ്ഞില്ല. അടുത്ത ആളെ കുളിപ്പിക്കേണ്ടത് രാധാച്ചൻ. അവിടെ ഓസ് വീണപ്പോഴേ അവൻ ചാടി. ഞാനിയേ ഇവിടെ മോടാ പൊട്ട ഒന്ന് വാ തുറക്കുന്നു. ഞാനിയേ ബിസ്ക്കറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വരാൻ നിനക്ക് കേട്ടോ. കൈ പൊക്കിക്കേ, കൈ പൊക്കിക്കേ. കുളിക്ക് കഴിഞ്ഞ് തരാം ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് കുളിച്ച് കഴിഞ്ഞ് തരാം നിനക്ക്. പറയിടാൻ തുടങ്ങി. കണ്ടോ എല്ലാരും കേട്ടല്ലോ. കേട്ടോ, ഇതാ പണി സ്ഥിരം. ഒരാഴ്ചയായി. സിവിലിന്റെ പണിയാ. നേപ്പാളികൾ കുഴി തുറക്കുന്ന 3 നാടെ പണിയാ ചെയ്യുന്നത്.
നേരം വെളുക്കുമ്പോൾ പെരയ്ക്ക് ചുറ്റും കുഴിയാ. ആ കൊട മോനെ, കൊട കൊട. ആ കൊടയാൻ പറഞ്ഞാൽ കൊടയും. കൊട കൊട. തുണി ഇങ്ങെടുത്തോ, പൈപ്പങ്ങ് നിർത്ത്. കൊടയാൻ പറഞ്ഞാൽ കൊടയും. മതിയടാ. എന്നാ കുട്ടൂസ് വന്നിട്ട് എത്ര വർഷമായി? 11 വർഷം കഴിഞ്ഞു. ആണ്ടോ, 11 വർഷം കൊണ്ട് ഇവൻ ഇവിടെ ഉണ്ട്. പിന്നെ 4 പേരെ കടിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് സ്നേഹിക്കാൻ ചെന്ന് കടിച്ചതാ, അല്ലാതൊന്നുമല്ല. അവൻ ഉറങ്ങിക്കിടക്കുമ്പോ കഴിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ചെന്ന് പിടിച്ചത്, അല്ലാതൊന്നും. പിന്നെ ഓർക്കപ്പുറത്ത് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും, അത് വേറെ കാര്യം. കടിക്കും. അവിടെ ഞങ്ങളുടെ ഫ്രണ്ടിൽ 2 ഗേറ്റ് ഉണ്ട്. കുഞ്ഞും ഗേറ്റിന്റെ അവിടുത്തെ ഓടാമ്പൽ ഇങ്ങനെ അടുക്കുമ്പോൾ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ സൗണ്ട് ശൈലമ്മേന്ന് ആര് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൻ സൗണ്ട് പോകും. അതൊക്കെയാണ് അവന്റെ കലാപരിപാടികൾ. വേറെ ഇവനുണ്ട് ഡാനി. ഡാനി എന്ന് പറഞ്ഞ പോട്ടൻ. കുട്ടിക്കാരടി വാ, ഇവിടെ വാ. കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് തീറ്റയൊക്കെ തരാം കേട്ടോ. ഉണ്ടോ? അടിപൊളി. ഓ, പൈപ്പൊക്കെ ഇടിച്ച് പൊളിക്കും. ഇനി അടുത്ത ആളിനെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ പൈപ്പ് ഓൺ ചെയ്യാൻ പോവാണേ. അപ്പോൾ അവന് വെള്ളം വീഴുന്നതൊക്കെ അലർജിയാണ്. എന്തായാലും നോക്കാം. അതിൻ്റെ ജഡ്ജ് അവിടെ ഉണ്ട്. ജഡ്ജൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇരിക്കടാ. പൊട്ടോ, വെള്ളം വീണില്ലയോ? ഇപ്പം വന്നിട്ട് എത്ര വർഷമായി? 4 വർഷമായുള്ളൂ. ഈ ഡാനി എവിടെ മേടിച്ചോണ്ട് വന്നിരുന്നേ? ഇതിന് ലാലുവിന്റെ അങ്ങോന്ന് സുതി കൊണ്ടു തന്നതാ. കൂട്ട് തന്നെ. മുച്ചറ്, ഉപ്പേരി, ബിസ്ക്കറ്റ്, പക്കാവട ഇതെല്ലാം മതി. ചോറൊന്നും ഇറങ്ങി. കോഴിക്കാല് വേണ്ടേ? കോഴിക്കാല് കൊടുക്കുന്ന ദിവസം ഇവിടെ ഞങ്ങൾ വെക്കുന്ന വേസ്റ്റ് പൊക്കി ചാക്ക്. ഇന്നലെ ഞാൻ നോക്കിയപ്പോ പേരടെ ഒട്ടിക്കൊണ്ട് വെച്ചേക്കുന്നു. ചാക്ക് പൊക്കുക. പിന്നെ 2-3 തൊണ്ടെടുത്തോണ്ട് വരിക. ഇവിടെ ഐസ്ക്രീം കച്ചവടം ഉള്ള കാരണം കൊണ്ട് അതിന്റെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കിലുള്ള മധുരം ഉണ്ട്. അതെല്ലാം കൊണ്ടുവന്ന് രാവിലെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ആ പേര് ഇവിടെ വരെ പോയി ഇത്രയും നേരം കാര്യം ബിസ്ക്കറ്റ് തരാം. കയറി ഇവിടെ നിന്ന് കുളിക്ക്. ഭയങ്കര മടിയനെ. ഇവന് വെള്ളം വീഴുന്നവന് ഭയങ്കര അലർജി. അവനിവിടെ രാത്രിയിൽ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ മണ്ണ് ഒരു 3 ആളെ കുഴിയാണ് എടുക്കുന്നത്. കുഴി എടുത്തിട്ട് അതിനകത്ത് കിടക്കും. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഡാനിയെ കാണാനില്ല. നോക്കിയപ്പോൾ തല മാത്രമുണ്ട്, ബാക്കി മൊത്തം അടിയില്ല. എന്നെ കണ്ടോണ്ട് നല്ല സുഖം. എന്നിട്ട് ഇങ്ങനെ നോക്കും. സാധാരണ എന്നെ കാണുമെങ്കിൽ ഓടുന്ന പിന്നെ അങ്ങനത്തെ ആളെ പിന്നെ അനുസരിക്കത്തില്ല. പേടിയാ, ഭയങ്കര പേടിയാ അടിക്കുന്നത്. അടി പേടിയാ. കുഴി തിരക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് അവരുടെ ശീലമാ, പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ മനുഷ്യരനുസരിക്കുന്നില്ല. പിന്നെ കുട്ടുണ്ടാനി ഇനിയിപ്പം കുളിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം കുളിപ്പിച്ച് സുന്ദരിയാക്കി അങ്ങോട്ട് ഇറങ്ങാങ്കിലുണ്ടല്ലോ, ആ മണ്ണിനകത്ത് കിടന്ന് അങ്ങ് പെരളും. ഇവിടെ ഞങ്ങള് പേപ്പറും വേഷവും കത്തിക്കുന്ന ചാരത്തിനകത്താണ് കിടപ്പ് പുള്ളിക്കാരൻ. അപ്പം ഡാനിക്ക് ഇത് കുളിയും ജപമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ബിസ്ക്കറ്റ് കൊടുക്കും. ഞാൻ ബിസ്ക്കറ്റ് മാത്രം മതി, ബിസ്ക്കറ്റും മിച്ചർ. അണ്ണനെ ഇവനെ ഇത്രയാക്കിയത്. ഞാൻ എന്തോ ആക്കി? അവന് ചോറ് വേണ്ട, ഒന്നും വേണ്ട. 4 മണിയാകുമ്പം അത് പറഞ്ഞില്ല. ചായക്കെറ്റിൽ സൗണ്ട് ഇല്ലേ? 4 മണിയാകുമ്പം ചായ ഇടാൻ ഞാൻ പാത്രം എടുക്കുന്ന സമയത്ത് ഇവൻ അപ്പുറത്ത് വരും. ആ കറക്റ്റ് സമയത്ത് വല്ലതും തിന്നാന്. അല്ലാതെ ഇതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നോക്കുവാണെങ്കിൽ 2 പേരുണ്ട് ഇവിടെ. ആരെങ്കിലും കണ്ടാലും ഒരു എടുപ്പുണ്ട്, തലയെടുപ്പുണ്ട്. നല്ല സ്നേഹമാ കേട്ടോ, മനുഷ്യനേക്കാളും സ്നേഹമാ. അതാരുടെ താങ്ങി കാലെ ചോട്ടുന്ന പരിപാടിയുണ്ട്. ഡാനി ശൈലിയൊക്കെ ആ സോപ്പിങ് എടുത്തണ്ണ. കാലൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ അവന്റെ? തെച്ചിക്കാട് തന്നെ, തെച്ചിക്കാട്. ചാരത്തിനകത്താ കിടക്കുന്നത്. നോക്കിയാൻ ഓടാനുള്ള പ്ലാനാ. ബാലൊക്കെ ഇട്ട് ഇന്ന് അവന് ഉറങ്ങത്തില്ല. കാരണം ഇന്ന് കുളിപ്പിച്ചതാ. അല്ലെങ്കിൽ ചൊറിഞ്ഞും പറഞ്ഞൊക്കെ നടക്കുവിന്.
അപ്പൊ ഇവന് വേറെ എന്തോ ചെയ്യും പരിപാടി നമ്മളെ രണ്ടും മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. പെഡിഗിരി പെഡിഗിരി. ആ പീഡിഗിരിയോ? പ്രീഡിഗിരി അല്ല. അയ്യോ പെഡിഗിരി. ഞാൻ പെഡിഗിരി, ഞാൻ വിചാരിച്ചു പീഡിഗിരി. പ്രീഡിഗിരി ട്യൂട്ടോറിയൽ വിടാലെന്ന് വിചാരിച്ചു. എന്തോ പറയാ. അത് അന്നാണെങ്കിൽ ഒത്തേനെ അന്ന് മേടിച്ച് കിട്ടി. പക്ഷെ അന്ന് നിങ്ങൾ മേടിച്ചില്ല, അമ്മമാർക്ക് ഭാഗ്യമില്ലായിരുന്നു. കണ്ണ് കഴിയട്ടെ, അവിടെ നില്ലേ. കണ്ണിനകത്ത് വെള്ളം ഒഴിക്കട്ടെ. ഉറക്കം നിന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. കണ്ണിനകത്ത് ചൂടിറങ്ങും, അറിയാവോ. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം, കുഴി വെട്ടി തരും പുള്ളിക്കാരൻ. റേറ്റ് ഒരു ബിസ്ക്കറ്റിന്റെ പൈസ കൊടുത്താൽ മതി. ക്രെയിന് വരെ അവനാ കുഴി എടുത്തു തരും. 3 ആളുടെ കുഴി അവനെടുക്കും മറ്റേ ദിവസം കൊണ്ട്. വാരി തള്ളു. വലിയ 4 ചാക്ക് തൊണ്ട് വലിച്ച് തെക്കേ അയ്യത്ത് കൊണ്ടിട്ടിരുന്നു, വടക്കിരുന്ന തൊണ്ട. ഇവനെ ഒരാളൂടെ വേണം പിടിച്ച് തോർത്തിയില്ല, ഇവൻ ഓടി മണ്ണിനകത്ത് കിടന്ന് ഉരുളും, അറിയാവോ. ഇവൻ അങ്ങനത്തവനാ. ഡാനി പെണ്ണാ രണ്ടും, പക്ഷെ ഞങ്ങൾ എടാന്ന് അങ്ങ് വിളിച്ച് ആദ്യം മുതലേ ശീലിച്ചു പോയി. സാധാച്ചനെ മതി. ഡാനിക്കറിയാം വിക്കറ്റ് കിട്ടുമെന്ന് അറിയാം. കുളിക്കാൻ പോകാൻ പറ്റത്തില്ല, വയ്യ മൂലക്കറി കിടന്നോളൂ അവന്. ഇതെന്തോ ഒട്ടിത്തുമ്പാക്കി വന്ന മാതിരിയുണ്ട്. പൊട്ടുകട പിന്നെ വേണ്ട കൊടുക്കുന്നില്ല. പൊട്ടിട് പൊട്ടിടാ. ബിസ്ക്കറ്റ് എടുത്തോണ്ട് വാണ നീ. വേണ്ട, ഇവന് പൊട്ടൊന്നും ഇഷ്ടമല്ല. വേണ്ട, ബിസ്ക്കറ്റ് തരാം. അവിടെ നില്ല, മാറുന്നില്ല, തരാം. മേത്തൊന്നും കയറണ്ട. ബിസ്ക്കറ്റ് കാണുമ്പോൾ തല പോകുമ്പോൾ കണ്ടോണം. ഡാനിയേ വേണ്ട. ഇങ്ങോട്ട് കയറിക്കോളൂ. കണ്ടോ, ബിസ്ക്കറ്റ് മാത്രം മതി, ചോറൊന്നും വേണ്ട. ഇങ്ങോട്ട് കയറണ്ട. അപ്പൊ രണ്ടുപേരെയും കുളിപ്പിച്ച് പൊട്ടും തൊട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോണം. ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പൊ ഓക്കെ. ചോറിടാൻ ഇനി ചോറിടത്തില്ല 2 ദിവസത്തേക്ക്. അപ്പൊ ഓക്കെ.